ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മേടമാസത്തിലെ സങ്കടഹര ചതുർത്ഥി ദിവസം, ബുധനാഴ്ചയോടുകൂടി വരുന്ന ഈ ഒരു ദിവസത്തിൽ വിനായക ഭഗവാനോട് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് നിറവേറ്റി തരും. സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും മോചനം നേടുവാനായി നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നത് വിനായക ഭഗവാനെയാണ്. തടസ്സങ്ങളെ തകർത്തെറിയുവാൻ സാധിക്കുന്ന ഭഗവാനാണ് ഗണേശ ഭഗവാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് സങ്കടങ്ങൾ തീർക്കുന്ന സങ്കടഹര ചതുർത്ഥി മാത്രമല്ല, കോടി രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും അത് ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായ അല്ലെങ്കിൽ ഒരു മുഹൂർത്തം കൂടിയായ മൈത്രേയ മുഹൂർത്ത ദിവസം കൂടിയാണ്. മാസം തോറും മൈത്രേയ മുഹൂർത്തം വരുന്നുണ്ട്. അതായത് ചില മാസങ്ങളിൽ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ എന്നിങ്ങനെ മൈത്രേയ മുഹൂർത്തം വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏത് മൈത്രേയ മുഹൂർത്ത ദിവസമാണോ കണക്കിലെടുക്കുവാൻ സാധിക്കുന്നത് അത് എടുത്ത് നമുക്ക് നമ്മുടെ കടങ്ങൾ അടഞ്ഞു കിട്ടുവാനായി ഒരു എളിയ താന്ത്രിക മുറ കൂടി ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം നമുക്ക് ഇന്നൊരു മന്ത്രജപവും നടത്താം. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുവാനായും നമ്മുടെ കടം പ്രശ്നങ്ങൾ മുഴുവൻ കാണാതെ പോകുവാനും പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാനായിട്ടും നമുക്ക് ഇന്ന് ഒരു മന്ത്രജപവും അതിനോടൊപ്പം തന്നെ ഈ മൈത്രേയ മുഹൂർത്ത വഴിപാടും ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് കാണാം. ഇന്നു രാത്രി 8:27 മുതൽ 10:41 വരെയുള്ള സമയമാണ് മൈത്രേയ മുഹൂർത്ത സമയം വരുന്നത്. ഈ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട സമയം കൂടിയുണ്ട്. ഞാനിവിടെ ആ സമയം കൂടി പറയാം. ഞാനിവിടെ പറയുവാൻ പോകുന്ന ആ താന്ത്രികം ചെയ്യേണ്ട ആ ഒരു 43 മിനിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ്. അതായത് രാത്രി 9:03 മുതൽ 9:46 വരെയുള്ള സമയമാണ് നമ്മൾ ഈ താന്ത്രികം ചെയ്യേണ്ടത്. ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നേരത്തെ തന്നെ നിങ്ങൾ മൈത്രേയ മുഹൂർത്ത സമയത്ത് ഒരു തുക മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ സമയത്ത് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണ്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുകളൊന്നും ഇല്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ബിരിയാണി ഇലകളും അതുപോലെ തന്നെ നമുക്കൊരു പോസ്റ്റൽ കവറുകളോ അല്ലെങ്കിൽ കൊറിയർ കവർ പോലുള്ളതോ എടുക്കാവുന്നതാണ്. അത് ബ്രൗണും ആയിക്കോട്ടെ വെള്ളയും ആയിക്കോട്ടെ നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള കവറിനകത്തേക്ക് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം നമുക്ക് എടുത്ത് തയ്യാറാക്കി വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ബേ ലീഫ് അല്ലെങ്കിൽ ബിരിയാണി ഇല അല്ലെങ്കിൽ വഴന ഇല എന്നിങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്ന ഇല എടുക്കാവുന്നതാണ്. അത് ഉണങ്ങിയതോ പച്ചയോ അത് ഏതാണോ നിങ്ങളുടെ കയ്യിൽ അതെടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആദ്യം എത്ര കടം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എഴുതി തയ്യാറാക്കി വെക്കാം. ഉദാഹരണത്തിന് ചിലർക്ക് ഹൗസിംഗ് ലോൺ ഉണ്ടാകും. അത് ഏത് ബാങ്കിലാണ്, എത്ര രൂപയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാർ ലോണ് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ കൈകളിൽ നിന്ന് വാങ്ങിയ ലോണുകൾ, ബാങ്കിൽ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങളുടെ റെസിപ്റ്റിൻ്റെ ഏത് ബാങ്കിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എന്നിവയെല്ലാം ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കി വെക്കാം. ഇനി ഇപ്പോൾ 5 ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ 5 ബിരിയാണിയിലെയും 5 കവറുകളും അതുപോലെ തന്നെ 5 കഷ്ണം പച്ചക്കർപ്പൂരവുമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച് ഞാനിവിടെ നേരത്തെ പറഞ്ഞ 9:03 മുതൽ 9:46 വരെയുള്ള സമയത്ത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ, അല്ല നമുക്ക് പൂജാമുറിയിൽ കയറാൻ സാധിക്കില്ല, നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പീരിയഡ്സ് ആണ്, പുലവാലായ്മയുണ്ട് എന്ന് പറയുന്നവർ നമ്മൾ വെളിയിൽ ഇരുന്നു കൊണ്ടോ ആദ്യം നിങ്ങൾ ആ കവറിന് മുകളിൽ ഏത് ബാങ്കിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ ഹൗസിംഗ് ലോൺ ഏത് ബാങ്കിലാണ്, SBIയിലാണെങ്കിൽ SBI എന്ന് എഴുതി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വെക്കാം. അങ്ങനെ ഓരോ കവറിലും ഓരോ ആളുകളുടെ പേരെഴുതി വെക്കാം. ഇങ്ങനെ എഴുതി വെച്ചതിനു ശേഷം നിങ്ങൾ തെക്കുദിശ നോക്കിയിരിക്കാതെ ബാക്കി ഏത് ദിശ നോക്കി ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ആ ഒരു ബിരിയാണി ഇലയെടുത്ത് അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹൗസിംഗ് ലോണിന് എത്ര എമൗണ്ട് നമുക്ക് കെട്ടുവാനുണ്ട്, 25 ലക്ഷമാണെങ്കിൽ 25 ലക്ഷം പണം എന്ന് എഴുതി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ ഒരു 4 ലക്ഷത്തിനോ 5 ലക്ഷത്തിനോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ പേര് ഒരു കവറിന് മുകളിൽ എഴുതി അതിൽ ഒരു ബേ ലീഫ് എടുത്ത് വീണ്ടും നമുക്ക് എത്ര ലക്ഷം രൂപയ്ക്കാണ് വെച്ചിരിക്കുന്നത് ആ തുക എഴുതാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം നമ്മുടെ കയ്യിൽ 10 രൂപ മുതൽക്ക് നിങ്ങൾക്ക് 500 രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാറ്റി വയ്ക്കാൻ താല്പര്യമുണ്ടോ ആ ഒരു നോട്ടോ അല്ലെങ്കിൽ നാണയമോ അത് എന്തുമായിക്കോട്ടെ, ചെറിയൊരു തുകയാണെങ്കിലും
ആ ഒരു ഇലയും പച്ചക്കർപ്പൂരവും അതിനോടൊപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തുക, നമുക്ക് മാറ്റിവെക്കാനുള്ള തുകയും എടുത്ത് കൈകളിൽ പിടിച്ചുകൊണ്ട് ഓം സ്വർണ്ണ ഗണപതിയെ നമ, ഓം സ്വർണ്ണ ഗണപതിയെ നമ, ഓം സ്വർണ്ണ ഗണപതിയെ നമ എന്നുള്ള മന്ത്രം 21 തവണ ചൊല്ലി ആ കവറിനകത്തേക്ക് വെച്ച് മാറ്റിവെക്കാവുന്നതാണ്. ഇങ്ങനെ എത്ര കവറുണ്ടോ നിങ്ങൾ അത്രയും കവറുകൾ എടുക്കുമ്പോഴും 21 തവണ ഓം സ്വർണ്ണ ഗണപതിയെ നമ എന്നുള്ള മന്ത്രം ജപിച്ച് മാറ്റിവെക്കാം. ഇതിൽ എടുത്തു വച്ചിരിക്കുന്ന പണം നിങ്ങൾ ചിലവാക്കരുത്, ഏതൊരു കാര്യത്തിനും എടുക്കരുത്. മറിച്ച് നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ ആ സമയത്ത് നിങ്ങൾ ബാങ്കുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പലിശ, ഇപ്പോൾ ഹൗസിംഗ് ലോണിൻ്റെ പലിശ കെട്ടുവാൻ പോകുമ്പോൾ ഈ തുക എടുത്തു കൊണ്ടുപോയി അവിടെ കെട്ടാം. ഒരു പക്ഷേ നമുക്ക് എല്ലാം തന്നെ ലോണുകളിലൂടെ EMIയിലൂടെ പോവുകയാണ്, ഞങ്ങൾക്ക് അങ്ങനെ കെട്ടാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നമ്മൾ നമ്മുടെ കടങ്ങളെല്ലാം അടയുന്നത് വരെയും നമുക്കിതുപോലെ ഓരോ മാസവും ഇതുപോലെ എഴുതി വെക്കാം. ആ ഇല നമുക്ക് 2 സൈഡും കംപ്ലീറ്റ് ആയിട്ടും എഴുതി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ വേറെ ഒരു ഇല എടുക്കാവുന്നതാണ് നമുക്ക്. അങ്ങനെ നമ്മുടെ ഈ ഇലകൾ കുറച്ച് കൂടും. അതിനോടൊപ്പം പച്ചക്കർപ്പൂരം കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ മണം മാറുമ്പോൾ നമുക്ക് വീണ്ടും പുതിയ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം ഇട്ട് വയ്ക്കാം. അവസാനം ഈ കടം നിങ്ങൾക്ക് പൂർണ്ണമായി മാറി കിട്ടുന്ന സമയത്ത് ഈ ഇലകളെല്ലാം കത്തിച്ച് നമ്മുടെ കൈകളിൽ വെച്ച് നമുക്ക് അതിനെ ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതാണ്. മൈത്രേയ മുഹൂർത്ത സമയത്ത് കടം കൊടുക്കുവാനുള്ള ഒരു ചെറിയ തുക നമ്മൾ മാറ്റിവെക്കുന്ന സമയത്ത് നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം പരിപൂർണമായും മാറിക്കിട്ടുന്നതായിരിക്കും. ഒരുപാട് പേർ ഉപയോഗിച്ച് നോക്കി ഫലം കണ്ട ഒരു സമയമാണ് ഈ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത്. മുന്നേ തന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാം ഞാൻ ഇട്ടിരുന്നു. മാസം തോറും മൈത്രേയ മുഹൂർത്ത സമയം വരുന്നുണ്ട്. വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യം നമ്മുടെ പൂർണ്ണമായിട്ടുള്ള കടങ്ങളും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് സങ്കടഹര ചതുർത്ഥി ദിവസമാണ്, അതും ബുധനാഴ്ച ദിവസമാണ്. സാധാരണ ഒരു ചൊല്ലുണ്ട്, നമുക്ക് സ്വർണം കിട്ടിയാലും ബുധൻ കിട്ടില്ല എന്ന്. ബുധനാഴ്ചയ്ക്ക് അത്ര പ്രാധാന്യമാണുള്ളത്. ഈ ഒരു ദിവസത്തിൽ വരുന്ന ഈ ഒരു മൈത്രേയ മുഹൂർത്തവും സങ്കടഹര ചതുർത്ഥിയും ചേർന്ന് വരുന്ന ഈ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കുവാനായിട്ടാണ് വിനായക ഭഗവാന്റെ ഈ മന്ത്രം ഞാൻ ജപിക്കുവാനായിട്ട് പറഞ്ഞത്. സ്വർണ്ണ ഗണപതിയെ നമ എന്ന് പറയുമ്പോൾ സ്വർണ്ണങ്ങൾ മാത്രം പണയപ്പെടുത്തി തിരിച്ചെടുക്കുവാനോ പുതിയത് വാങ്ങിക്കുവാനോ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും ഈ ഒരു മന്ത്രം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ജീവിതത്തിലെ നമുക്ക് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന് വഴിപാട് ചെയ്യുന്ന ഭഗവാനാണ് വിനായക ഭഗവാൻ. വളരെ ലളിതമായ രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിൽ അനേകായിരം ഫലങ്ങളാണ് വന്നു ചേരുന്നത്. ഓം ഗം ഗണപതിയെ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം സ്വർണ്ണ ഗണപതിയെ നമ എന്നുള്ള മന്ത്രമോ നമ്മൾ നിത്യവും സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങൾ, പണ തടസ്സമായിക്കോട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ, തൊഴിൽ തടസ്സങ്ങളായിക്കോട്ടെ, അല്ല നമ്മുടെ വിവാഹ തടസ്സങ്ങളായിക്കോട്ടെ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ തടസ്സങ്ങളെ എല്ലാം ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. അതും പ്രത്യേകിച്ച് നിങ്ങൾ സങ്കടഹര ചതുർത്ഥി ദിവസമായ ഇന്ന് ചൊല്ലിത്തുടങ്ങുക. ഇനി ഇന്ന് മുതൽക്ക് നിങ്ങൾക്ക് നിത്യവും ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മന്ത്രം ഓം ഗം ഗണപതിയെ എന്നോ ഓം സ്വർണ്ണ ഗണപതിയെ നമ എന്നുള്ള മന്ത്രം ജപിച്ചു കിടക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിത്യവും ഉറങ്ങുന്നതിന് മുന്നേ ഒരു 108 തവണ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഗണേശ ഭഗവാന്റെ ഈ മന്ത്രം ജപിച്ച് കിടക്കാവുന്നതാണ്. നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തേടി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകുന്നതാണ്. നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന ഈ വീഡിയോകളിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ കമൻറ്റ് ബോക്സുകളിലൂടെ ചോദിക്കാൻ സാധിക്കില്ല. പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമ.